ഞാൻ മൈൻഡ് ചെയ്യുമായിരുന്നു. പിക്കാക്സ് പൊട്ടുന്ന വരെ മൈൻഡ് ചെയ്യുമായിരുന്നു. പിക്കാക്സ് പൊട്ടാറായപ്പോൾ ഞാൻ ഇവിടെ ചെന്ന് ഞാൻ ഇൻവെന്ററി നോക്കുമ്പോഴത്തേക്ക് അധികം ബ്ലോക്സ് ഒന്നും ഇല്ലായിരിക്കും. കുറേ എടുത്തിട്ട് ഞാൻ എൻ്റർ ജസ്റ്റ് വെച്ച് വേണ്ടേ അത് നിറച്ചപ്പോൾ ഡീപ് സ്ലേറ്റ് ആണ് ഗൈസ്. പിന്നെ 38 ഡയമണ്ട് കിട്ടി ഗൈസ്. അതെന്തായാലും ഫോർച്യൂൺ ചെയ്യുമ്പോൾ ഒരു സ്റ്റാക്കിന് മേളിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. പിന്നെ 8 ഗോൾഡ് കിട്ടി, 2 അയൺ കിട്ടി, പിന്നെ 56 റെഡ് സ്റ്റോൺ കിട്ടി. അതും കുറേ കിട്ടുമായിരിക്കും ഫോർച്യൂൺ ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ നമ്മൾ റെഡ് സ്റ്റോൺ പരിപാടികൾ ചെയ്യുന്നുണ്ട്. പിന്നെ റെഡ് സ്റ്റോൺ അത്യാവശ്യമായിട്ട് വേണം. പിന്നെ 3-4 സ്റ്റാക്ക് ഞാൻ കൊണ്ടുവന്നായിരുന്നു. ഈ ഒരു ടോർച്ച് ഒരു സ്റ്റാക്ക് ഞാൻ കംപ്ലീറ്റ് കേവ് ചുറ്റിക്കറങ്ങി തീർത്ത്. പിന്നെ കുറേ എണ്ണം ഇവിടെ വന്നിട്ട് ഈ ഒരു സ്ട്രിപ്പ് മൈനിങ് ചെയ്തു ഗൈസ്. അങ്ങനെയും കുറേ തീർത്ത്. ഓക്കെ, ഇനി ഞാൻ എന്തായാലും വീട്ടിൽ പോകാം ഗൈസ്. പിന്നെ ഇത്രയും ഡയമണ്ട് ഞാൻ എനിക്ക് ഡയമണ്ടിന് വേണ്ടി മൈൻഡ് ചെയ്തൊന്നും അല്ല ഗൈസ്. എനിക്ക് ചുമ്മാ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പം ചുമ്മാ ഒന്ന് മൈൻഡ് ചെയ്തതാണ്. ഇത് നമ്മുടെ സോംബി ഫാർം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലായിരുന്നു കുറേ ലാഡേഴ്സ് വെച്ചെന്ന്. അതിൻ്റെ തൊട്ട് താഴെയാണ് ഈ ഒരു സ്ഥലം. അത് കുറച്ച് എളുപ്പമായിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് ലാഡറും ഉണ്ട്, നമുക്ക് മുകളിലോട്ട് കയറാൻ പോകാനൊക്കെ പറ്റും. ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു പാത്ത് ഉണ്ടാക്കണം ഗൈസ്. നമ്മുടെ ബിൽഡിങ്ങിലോട്ടൊക്കെ പോകാനായിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ബിൽഡിലോട്ടൊക്കെ പോകാനായിട്ടും ഒരു പാത്ത് വേണം. പിന്നെ നമ്മുടെ എല്ലാം ഉണ്ടല്ലോ, ഭാഗ്യത്തിന് ക്രീപ്പറൊന്നും ഇല്ല, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചാൽ ഇപ്പോൾ തന്നെ. പിന്നെ നമ്മളിപ്പോൾ പേടിച്ചോടൊന്നുമല്ല, നമുക്കിപ്പോൾ 1 ഹീറ്റ് കൊല്ലാൻ പറ്റുമാരെ ഒറ്റ ഹീറ്റ്. പിന്നെ ഞാൻ കുറച്ച് FOV കുറച്ച് കൂട്ടിയിട്ടേക്കാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നത്. അയ്യോ ക്രീപ്പർ നോക്ക് ബാക്ക്. ഈ ക്രീപ്പറും ഇവന്മാരൊന്നും 1 ഹീറ്റ് ചാവത്തില്ല. 2 അടി ഇങ്ങനെ കൊടുക്കണം. ഇവന്മാർക്കൊക്കെ നല്ല ഹേർട്ടുണ്ട്. മറ്റേ സ്പോണായ മറ്റേ റെയ്ഡ് സ്പോണാകുമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കുപ്പിയും കിട്ടിയാൽ. കാരണം ടോട്ടം നമുക്ക് 2 ഡ്രാഗനെ കൊല്ലാനായിട്ട് പോകുമ്പോൾ അത്യാവശ്യമാണ് ഗൈസ്. ഇപ്പം തന്നെ ഒരു 20 ഉണ്ടാക്കാനുള്ളതുണ്ട്. ഞാൻ എന്തായാലും ഫോർച്യൂൺ ചെയ്യാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പാത്ത് തുടങ്ങി അങ്ങേറ്റം വരെ ഒന്ന് കൊണ്ടുപോകും. മറ്റേ ബീച്ച് വരെ കൊണ്ടുപോകത്തില്ല, അതിന് കുറച്ച് മുമ്പ് നിർത്തും. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരെ കൊണ്ടുപോകും. എൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന്, എൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് കണ്ടിന്യൂ ചെയ്ത് അങ്ങേറ്റം വരെ കൊണ്ടുപോകും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്നിട്ട് ആ ഒരു പാത്ത് ഉണ്ടാവും ഗൈസ്. നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞപ്പോൾ വല്ലതും മനസ്സിലാവില്ല, ഞാൻ ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഓക്കെ, പിന്നെ ആ ഒരു പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രോസസ്സാണ് ഗൈസ്. അതിനുള്ള റീസോഴ്സ് ഒന്നും ഞാൻ ഗ്യാദർ ചെയ്തിട്ടില്ല. അതെല്ലാം എനിക്കിനി വീഡിയോയിൽ ഗ്യാദർ ചെയ്യുന്നതിന് പകരം എനിക്കൊന്ന് മൊത്തം പിന്നെ ഒരു പാത്ത് ഉണ്ടാക്കാനുള്ള ഒരു 4-5 സ്റ്റാക്ക് വുഡ് മാത്രമേ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ കുറേ സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ അത് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു വീട്ടിൽ മറന്നു വന്നോളും ഗൈസ്. ഞാൻ എന്തായാലും ഇൻവെൻ്ററി ക്ലീൻ ആക്കട്ടെ ഗൈസ്. അതുകൊണ്ട് ഇത്രയും മാത്രമായിട്ട് ഡീപ്പ് സ്ലേറ്റ് കിട്ടി. പിന്നെ നോർമൽ ഡീപ്പ് സ്ലേറ്റ് ചെയ്യാനുണ്ട്, കുറച്ച് ടഫ് ഉണ്ട്. എനിക്ക് അവിടെ ഗ്ലോ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഗ്ലോയിങ് കൊണ്ടുവന്നായിരുന്നു. ഓക്കെ, എനിക്ക് 3 ഞാൻ കൊണ്ടുവന്നു. നമുക്ക് ഇവിടെ കൊടുത്തേക്കാം ഗൈസ്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ തിളങ്ങി നിൽക്കുന്നുണ്ട്. കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇൻവെൻ്ററി തുറക്കാൻ പോവാം. ഓക്കെ, 4, 5, 6 സ്റ്റാക്ക് അടുപ്പിച്ച് ഇതുണ്ട് ഗൈസ്, ഈ ഒരു റെഡ് സ്റ്റോൺ ഗൈസ്. ഓക്കെ, പിന്നെ 1.5 സ്റ്റാക്ക് അടുപ്പിച്ച് ഈ ഒരു ലാപ്പീസ് ഉണ്ട്. എന്തായാലും ഇവിടെ കൊണ്ടുവച്ചത് ഗൈസ്. ലാപ്പീസ് എന്തായാലും നമ്മൾ ഓഫ് ഐറ്റംസിൽ കൊണ്ടുവയ്ക്കുന്നത്, കാരണം അത് എനിക്ക് ഇവിടെയാണ് ആവശ്യം, എൻചാൻഡിങ്ങിൻ്റെ അവിടെ. പിന്നെ 18 ഗോൾഡും 5 ഇതും കിട്ടി, 5 റോ ആണ് ഗൈസ്. ഇനി നമുക്ക് ഡയമണ്ട് വെക്കാം, പില്ലറായിട്ടല്ലേ ഇവിടെ നിരത്ത് വെക്കാം ഗൈസ്. അയ്യോ, ഇത്രയും ഡയമണ്ട്, ഇതിനെല്ലാം നമുക്കിത് ഫോർച്യൂൺ ചെയ്യാം. ഒരു സ്റ്റാക്ക് 12 ഡയമണ്ട്, എൻ്റെ പൊന്നോ ഗൈസ്. ഇതെല്ലാം നമുക്ക് ബ്ലോക്ക് ആക്കാം ഗൈസ്, ചുമ്മാ കൊണ്ട് വെച്ചാൽ പോരാ. ഓക്കെ, നമുക്കത് 8 ഇതാക്കാൻ പറ്റും, 8 ഡയമണ്ട് ബ്ലോക്ക്. അത് നമുക്കിവിടെ വെച്ചേക്കാം ഗൈസ്. ഇതിൻ്റെ 4 ഡയമണ്ട് എക്സ്ട്രാ ഉണ്ട്, ഇതെല്ലാം കൊണ്ട് ഇതിനകത്ത് വെച്ചേക്കാം ഗൈസ്. എല്ലാം വെച്ചേക്കാം ഗൈസ് ഈ ഒരു ഇൻ്റർവ്യൂസിനകത്തേക്ക്. ഓക്കെ, എല്ലാം വെച്ചിട്ടുണ്ട്. എൻ്റെ വോള് ലൈറ്റ് കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഇതുണ്ടോ, എനിക്ക് പാത്ത് ഉണ്ടാക്കുന്ന റീസോഴ്സ് കളക്ട് ചെയ്യണമെങ്കിൽ എനിക്കൊരു സിൽട്ടച്ച് പിക്കെക്സ് ആണ്, അതെൻ്റെ കയ്യിൽ പൊട്ടാറായിരിക്കും. അതൊന്ന് എനിക്കൊന്ന് മെൻറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ എൻ്റെ XP ഫാർമിൽ വന്നേക്കാണ് ഗൈസ്. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ അറിയാം ഗൈസ്. ഓക്കെ, അതായത് നമുക്കിനി വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇതൊന്ന് കംപ്ലീറ്റ് മെൻറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കംപ്ലീറ്റ് മെൻറ്റ് ചെയ്ത് സിൽട്ടച്ച് പിക്കെക്സ് മാത്രമല്ല എൻ്റെ ആർമറും കംപ്ലീറ്റ് ടൂൾസും ഞാൻ മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഓഫ് ആക്കിയേക്കാം ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് പോകാം. അതിനകത്ത് കുറച്ച് പേര് കേട്ടപ്പോണ്ടെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ എന്തിനോ കണ്ട പോലെ ഗൈസ്, അത് ശരിക്കും ഷീപ്പനാണ്. അതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഷീപ്പിനെ കിട്ടി. ഇനി 2 പേരെ വെച്ചിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഒരു ഷീപ്പ് ഫാർം ഉണ്ടാക്കാൻ പോവാണ്.
ഓക്കെ, മറ്റേ ഷീപ്പ് പൊട്ടിപ്പോയല്ലോ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കണ്ട് പറഞ്ഞായിരുന്നു. ഇനി ഇവന്മാർ ഇവിടെ കെട്ടിയിട്ടാകും ഗൈസ്. കൗവിനെ ഞാൻ അഴിച്ചു വിട്ടു. അവന്മാരെ കൊണ്ട് വേറെ ഗുണമൊന്നുമില്ല. എനിക്ക് പാത്ത് ഉണ്ടാക്കേണ്ട കംപ്ലീറ്റ് റീസോഴ്സ് ഈ ഒരു പെട്ടിക്കകത്ത് ഗ്യാദർ ചെയ്ത് വെച്ചിട്ട് ആ പാത്ത് കംപ്ലീറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. യെസ് ഗൈസ്, അങ്ങനെ കുറേ നേരം ഞാൻ ഇവിടെ ഇരുന്ന് കുത്തിയിരുന്ന് ബിൽഡ് ചെയ്യുന്നത് 2-3 മണിക്കൂർ ഇരുന്ന് കഷ്ടപ്പെട്ടിട്ട് ഇത്രയും ബിൽഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഈ ഒരു പാത്താണ് ഞാൻ പറഞ്ഞത് നേരത്തെ. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നിന്ന് താഴോട്ട് പോയിട്ടൊന്ന് കാണിച്ചു തരും. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെൻഡർ ഡിസ്റ്റൻസ് കൂട്ടിയിട്ടായിരുന്നു ഗൈസ്. പിന്നെ ഇപ്പം ഞാൻ 300ാമത്തെ ദിവസം കണ്ടാണ് ഞാൻ തുടങ്ങിയത്. ഇപ്പോൾ അവസാനിച്ചപ്പോൾ 317 ദിവസമായി. ഞാൻ എന്തായാലും ഇപ്പോൾ ഓക്കെ, ഇനി ഞാൻ കാണിച്ചു തരാം. അത് കംപ്ലീറ്റ് ഒന്ന് ഉച്ചക്കിറങ്ങി ഒരു ട്രിപ്പിടപ്പ് കിട്ടി. അതുകൊണ്ട് ഇതിലേ കയറി വരും. ഓക്കെ, ഇവിടെ എല്ലാ സൈഡ് ഞാൻ കുറേ ഇത് സ്ലാബാണ് ഗൈസ്. ഇത് ഫുൾ ബ്ലോക്ക് അല്ല ഈ ഇരിക്കുന്നത്. പിന്നെ ഇത് വോൾ, പിന്നെ ഇത് സ്റ്റോൺ ബ്രിക്ക് അറിയാലോ. പിന്നെ ഇതൊക്കെ എങ്ങനെ മൈൻഡ് ചെയ്തെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരുന്നു. ഇവിടുന്ന് നേരെ നമുക്ക് സൈഡിലോട്ടൊരു പാത്തുണ്ട്. അത് നമ്മുടെ ഫാർമിംഗ് ഐലൻഡിലോട്ടാണ് പോകുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് വെച്ച് ഷീപ്പിനെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി. കാരണം അവിടെ ഈ ഒരു പാത്ത് വരുമല്ലോ. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ടും പോവാം, പിന്നെ ഇങ്ങോട്ടും പോവാം. പിന്നെ കുറച്ചടുത്ത് ഞാൻ കുറച്ച് ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ ഒരു മരത്തിൻ്റെ ഇടയ്ക്കൊക്കെ. പിന്നെ ഇങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് മെയിൻ സംഭവം. പിന്നെ ഇങ്ങോട്ടേക്ക് നമ്മുടെ സ്റ്റോറേജിലോട്ട് പോകാനും ഒരു പാത്തുണ്ട് ഗൈസ്. ഇത് കാറ്റ് ഫാർമിലോട്ടും പിന്നെ ഒരു എന്തെങ്കിലും റൂമിലോട്ടും പോകാൻ പറ്റും. പിന്നെ ഇതുവഴി നടന്ന് പോകുമ്പോഴത്തേക്കും നമ്മളുടെ കുറച്ച് സൈൻ ബോർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. കാരണം സൈൻ ബോർഡ് വെച്ചിരിക്കുന്ന സ്ഥലത്തിൽ നമ്മൾ ഓരോ ബിൽഡ് കൊണ്ടുവരും. പിന്നെ ഇവിടെ ഞാൻ എന്താണ് സൈൻ ബോർഡിൽ എഴുതി വെക്കാൻ മറന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കുറേ ബാമ്പും കുറേ ജംഗിൾ ട്രീസും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം വെട്ടി മാറ്റിയിട്ട് ഇവിടെ എല്ലാം കുറേ ഗ്രാസ് വെച്ചിട്ട് എന്നിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ബേസ് ഉണ്ടാക്കി വെച്ചു. ആ സമയം എല്ലാം എൻ്റെ കൂടെ നിന്ന് ഒരുത്തനാണ് ഈ ഒരു പാണ്ട. ഞാൻ മേടിച്ച അവന്മാർ കുറച്ച് കഴിയുമ്പോൾ ഡീസ്പോൺ ആണ്. പക്ഷെ അവന്മാർ ഇതുവരെയായിട്ട് ഡീസ്പോൺ ആയിട്ടില്ല. അപ്പോൾ ഇവന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക ഒരു സ്ഥലമാണ് നമ്മൾ ഈ ഒരു സൈഡിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജ് കണ്ടോ. അല്ലല്ല, ഇവിടെ സ്മെൽറ്റിംഗ് ബിൽഡാണ് ഗൈസ്. ഓക്കെ, സ്മെൽറ്റിംഗ് ഏരിയ. പിന്നെ ഗൈസ് ഇവിടെയാണ് സെക്കൻഡറി സ്റ്റോറേജ്. പിന്നെ ഇങ്ങനെ അറ്റത്തുനിന്ന് വന്നിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോൾ ഈ ഒരു ബിൽഡിങ് അവസാനിക്കും. ഈ ഒരു പാത്തങ്ങ് അവസാനിക്കും. അന്നേരം ഇവിടെയാണ് ഒരു ലൈറ്റ് ഹൗസ് വെക്കാൻ പോകുന്നത്. ലൈറ്റ് ഹൗസ് മാത്രം അറിയത്തില്ല, നമ്മുടെ മാപ്പ് അതിനകത്ത് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ കുറച്ച് ഈ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ഇതിനെന്താ പറയുന്നത്, ഇവിടെ ഈ ഒരു പാലത്തിന് സപ്പോർട്ട് വെച്ചിരിക്കുന്ന പോലെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് ഇവിടെ. പിന്നെ ഗൈസ് ഞാൻ കുറേ റീസോഴ്സ് ഗ്യാദർ ചെയ്തായിരുന്നു. ഞാൻ വിചാരിച്ചത് ഇതൊന്നും തികയത്തില്ല, ഇനി കുറേ ബിൽഡ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇതിൻ്റെ പകുതി പോലും വേണ്ടി വന്നില്ല ഇതെല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ഞാൻ ഇതിൻ്റെ താഴത്തെ സ്ലോട്ടിരിക്കുന്ന 2 സ്ലോട്ടിലായിരിക്കുന്ന ഐറ്റംസ് കംപ്ലീറ്റ് ഇതിൻ്റെ മിച്ചം വന്നാണ് ഗൈസ്. ഇത്ര സ്ലാബ് ഞാൻ ഉണ്ടാക്കി എന്തിനോ വേണ്ടി. അത്രയും വുഡ് നമുക്ക് ആവശ്യം വന്നത്. പിന്നെ എന്തായാലും കുഴപ്പമില്ല, നമുക്കത് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു വാളും സ്റ്റോൺ ബ്രിക്കും എല്ലാം വേറെ നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങൾ, ഈ വാളും സ്റ്റോൺ ബ്രിക്കൊക്കെ നമുക്ക് ഇനി ആവശ്യം വരുന്ന സാധനങ്ങൾ തന്നെയാണ്. എന്തായാലും ഈ ഒരു ഷുഗർ ഞാൻ 1-2 തവണ വന്നിട്ട് ഹാർവെസ്റ്റ് ചെയ്തായിരുന്നു. പിന്നെ ഇതിന് 3 ബ്ലോക്കിൻ്റെ മുകളിലോട്ട് അത് വളരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കുറേ നേരം നിൽക്കുന്നത് ഇനി മേലോട്ട് വളർന്നിട്ടില്ല. അപ്പോൾ ഒരു സ്റ്റാക്ക് 27 ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അതും നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ വീറ്റ് ഫാർമിലോട്ട് പോയിട്ട് കാണിച്ചിട്ടേം ഗൈസ് അവിടെ എന്തൊക്കെയായിരുന്നു. കണ്ടോ ഇവിടെ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത്ര ഉള്ളതെന്ന്, പക്ഷെ ഇത്രയല്ലായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഹാർവെസ്റ്റ് ചെയ്ത് വെച്ച്. നേരത്തെ 27 കണ്ടുണ്ടായിരുന്നു. ഇതോടെ വെക്കുമ്പോഴത്തേക്കും 38 ഗൈസ്. പിന്നെ നെതർ വാട്ടർ ഫാർം ഹാർവെസ്റ്റ് ചെയ്യാറായിട്ടില്ല. ഇതിനു മുമ്പ് ഹാർവെസ്റ്റ് ചെയ്തപ്പോൾ ഒരു സ്റ്റാക്ക് 28 ഉണ്ട്. നൈറ്റിൽ കാണാൻ കിട്ടുവാണ് ഗൈസ് ഈ ഒരു സ്ഥലം. മഴ തൊലച്ച്, ഈ മഴ വന്നു കഴിഞ്ഞാൽ പോകും ഗൈസ്, എല്ലാം തൊലഞ്ഞു. ഈ ഒരു മഴ മാത്രമല്ലാണ്ട് നമുക്ക് ഈ ഒരു വെറും നൈറ്റാണെങ്കിൽ ഇടിലായിരിക്കും ഗൈസ്. ഈ ഒരു പാത്തൊക്കെ കാണാൻ കണ്ടോ. ഓക്കെ, ഞാൻ എന്തായാലും പോയി കിടന്ന് ഉറങ്ങാൻ വെറുതെ റിസ്ക് എടുക്കുന്നില്ല. ഇതല്ലേ ഇപ്പം വെച്ചതേ ഉള്ളൂ, അപ്പോൾ തന്നെ പൊട്ടിച്ച് കളയണ്ട ഇപ്പറൊക്കെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കുറച്ച് ഇതും വെച്ചായിരുന്നു, ഈ ഒരു കുറച്ച് ഗോൾഡും ഇതൊക്കെ വെച്ചായിരുന്നു. സ്മെൽറ്റ് ആയിട്ടുണ്ട് ഗൈസ്. പിന്നെ മഴയുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ ഗൈസ്. മഴ പുറത്തുള്ളതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഈ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഈ മഴയുടെ സൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അത് ഭയങ്കര, ഈ റൂമിനകത്തിരുന്നാലും നമുക്ക് മഴയുടെ ഇത് കിട്ടും. പുതിയ ഷീപ്പ് സ്പോണായി, പക്ഷേ ഈ ഷീപ്പിന് എനിക്ക് ആവശ്യമില്ല. എനിക്ക് ഓൾറെഡി 2 ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഗൈസ് ഞാൻ എങ്ങനെ ഇത്രയും സ്റ്റോൺ ബൈൻഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇവിടെ കുറേ സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ
ഇങ്ങോട്ടേക്ക് മൈൻഡ് ചെയ്ത് പോയി, അങ്ങോട്ടേക്ക് കുറേ മൈൻഡ് ചെയ്ത് പോയിരുന്നു. ഇത് ഇഷ്ടം പോലെ സ്റ്റാക്ക് ഓഫ് സ്റ്റോൺ ഞാൻ കളക്ട് ചെയ്ത് എന്നിട്ടാണ് ഒരു ബിൽഡിംഗ് കംപ്ലീറ്റ് ഉണ്ടാക്കിയത്. പക്ഷേ ഇനി അതിനകത്ത് മിച്ചമുണ്ട് ഗൈസ്. ഇനി ഞാൻ എന്തായാലും സൈഡിലോട്ടേ കുഴിക്കത്തുള്ളൂ. ഇനി അങ്ങനെ തന്നെ കുഴിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് കുറേ ദൂരം പോകേണ്ടി വരും എനിക്ക്. ഇനി എന്തായാലും സൈഡിലേ കുഴിക്കത്തുള്ളൂ. പിന്നെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഞാൻ ഒരു കംപ്ലീറ്റ് മെൻഡ് ചെയ്തായിരുന്നല്ലോ എൻ്റെ ടച്ച് പിക്കാക്സ്. ഇപ്പോൾ അത് തീരാറായിരിക്കുന്നു ഗൈസ്. അത്രയും സ്റ്റോൺ നമ്മൾ ഇവിടുന്ന് മൈൻഡ് ചെയ്തായിരുന്നു. ഞാൻ അത്ര മൈൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരു സ്റ്റാക്ക് കോൾ കിട്ടിയായിരുന്നു. ഞാൻ ഇപ്പോൾ ഫോർച്യൂൺ ചെയ്യുന്നില്ല. അല്ലേ വേണ്ട, ഇപ്പോൾ തന്നെ ചെയ്തേക്കാം, സമയമൊക്കെ. അത് ഇപ്പോൾ തന്നെ ഫോർച്യൂൺ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ചെയ്യണോ അത് പുറത്ത് പോകണം? പുറത്ത് പോകണം. ഓക്കെ, എത്ര ഉണ്ട്? ഒരു സ്റ്റാക്ക് അല്ല, 2 സ്റ്റാക്കും 13. നിങ്ങളടുത്ത് പറഞ്ഞില്ലായിരുന്നു ക്യാരറ്റ് ഫാർമും നമുക്ക് ഒന്ന് ഹാർവെസ്റ്റ് ചെയ്തേക്കാം. ഒരു സ്റ്റാക്ക് മേളിലുണ്ട്. അതിൽ ഒരു സ്റ്റാക്കിങ് എടുത്തേക്കാം, ബാക്കി ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്ക് 58 ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും അത്ര മതി തന്നെ. ഈ ബാക്കിയുള്ളത് ഇന്നത്തെ വെച്ചേക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത എപ്പിസോഡിൽ കാണാം.